യൂണിറ്റ് 5 കൈയെത്തും ദൂരത്ത് ആകാശം ഭാഗം 2. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. ഇനി നോക്കൂ, സൗരയൂഥം. എന്താണ് സൗരയൂഥം? തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. എന്താണ് ചിത്രത്തിലുള്ളത്? ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമല്ലേ? അതുപോലെ തന്നെ ഭൂമിയും മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ചിത്രം നോക്കൂ. സൂര്യന്റെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. അത് കഴിഞ്ഞാലോ ശുക്രൻ, പിന്നെ ഭൂമി, ദെൻ ചൊവ്വ. ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റുന്നു. അവയുടെ സഞ്ചാരപാതയും ചിത്രത്തിൽ കാണാമല്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം ഇവയുടെയൊക്കെ സഞ്ചാരപാതയും ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സഞ്ചാരപാതയ്ക്കൊരു പേരുണ്ട്. പരിക്രമണ പഥം അഥവാ ഓർബിറ്റ് എന്നാണിത് അറിയപ്പെടുന്നത്. എന്താണ് ഓർബിറ്റ് എന്ന് പറയുന്നത്? എന്താണ് പരിക്രമണ പഥം? ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് പരിക്രമണ പഥം അഥവാ ഓർബിറ്റ്. ഇനി ഈ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതിനെയാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് സൗരയൂഥം? സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണല്ലേ? അതുപോലെ മറ്റു ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, പിന്നെ മറ്റനേകം വസ്തുക്കളും കൂടി ചേർന്നതാണെന്ത്? സൗരയൂഥമെന്ന് അറിയപ്പെടുന്നത്. നോക്കൂ, എത്ര ഗ്രഹങ്ങളാണുള്ളത്? 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങൾ. ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ? അതെ, ഭൂമിയുടെ പരിക്രമണ പഥത്തിന്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ്? ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ്? ഭൂമി, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ് ഭൂമിയുടെ പരിക്രമണ പഥത്തിന്റെ സ്ഥാനം. ഇപ്പോൾ നമ്മൾ ഗ്രഹങ്ങൾ എന്താണെന്ന് പഠിച്ചു, ഉപഗ്രഹങ്ങൾ എന്താണെന്ന് പഠിച്ചു. സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണെന്ത്? ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ ചുറ്റുന്ന ഗോളങ്ങളാണെന്ത്? ഉപഗ്രഹങ്ങൾ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കാം കൃത്രിമോപഗ്രഹങ്ങൾ? അവയുടെ ഉപയോഗം എന്താണ്? പ്രകൃതിയാലുള്ള ഉപഗ്രഹങ്ങളല്ലാത്തവയാണ് കൃത്രിമോപഗ്രഹങ്ങൾ, മനുഷ്യനിർമ്മിതമായത്. എന്തായിരിക്കാം അവയുടെ ഉപയോഗം? അതിനു മുന്നേ ഒരു കളിയാണ് പാഠഭാഗത്ത് തന്നിരിക്കുന്നത്. ഒരു കണ്ണുകെട്ടിക്കളി. കണ്ണുകെട്ടിയ ഒരാൾ ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ക്ലാസ്സിലെ ഒരു കുട്ടിയെ തുവാല കൊണ്ട് കണ്ണുകെട്ടുക. ക്ലാസ്സിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന വസ്തു ആദ്യം സ്വയം കണ്ടെത്താൻ കുട്ടിയോട് പറയുക. കണ്ണുകെട്ടിയ കുട്ടിയത് കണ്ടെത്തട്ടെ. അതിനുശേഷം മറ്റൊരാളുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ നേരെയാണോ സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ കണ്ടെത്താനും ആ കുട്ടിയോട് പറയുക. കൂട്ടുകാരെ, ഇവയിൽ ഏത് സന്ദർഭത്തിലായിരിക്കും ആ കുട്ടിക്ക് എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവുക? തീർച്ചയായും മറ്റൊരാൾ സഹായിച്ചപ്പോഴായിരിക്കില്ലേ? അതെ. അതുപോലെ അറിയാത്ത വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വാഹനത്തിന്റെ ഡ്രൈവർ സ്വീകരിക്കുന്ന മാർഗം എന്താണ്? ഗൂഗിൾ മാപ്പാണല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗൂഗിൾ മാപ്പ് പോലെയുള്ള സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്
എങ്ങനെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കൂ. അതിലൊരു ക്യാമറ ഘടിപ്പിച്ചാൽ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാമല്ലോ. ആ രീതിയിൽ എടുത്ത ഒരു ചിത്രം നോക്കൂ. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ? മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾ. എന്താണ് അവയുടെ പ്രത്യേകത? ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച് മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണെന്ത്? കൃത്രിമോപഗ്രഹങ്ങൾ. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. GPS എന്നാൽ ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റമാണ്. GPS-ന്റെ ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും കാണാനാവും. ഇത്തരം സേവനങ്ങൾ, GPS പോലുള്ള ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്നത് കൃത്രിമോപഗ്രഹങ്ങളാണ്. കൃത്രിമോപഗ്രഹങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ? തന്നിരിക്കുന്ന ഈ ചിത്രം നോക്കൂ. ഇതുപോലെയുള്ള ചിത്രങ്ങൾ നമ്മുടെ മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ കാണാൻ സാധിക്കും. അതിനായി സഹായിക്കുന്നതാണ് കൃത്രിമോപഗ്രഹങ്ങൾ. അപ്പോൾ കൃത്രിമോപഗ്രഹത്തിന്റെ ഒരു സേവനം നമ്മൾ പഠിച്ചു. എന്താണ്? നമ്മുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളും ഈ ഭൂമിയിലെ പ്രദേശങ്ങളുടെ ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റെന്തെല്ലാം സേവനങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത്? തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം. കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണ്? വാർത്താവിനിമയത്തിന് സഹായിക്കുന്നു, സൈനിക ആവശ്യങ്ങൾക്ക്, കാലാവസ്ഥാ നിർണയത്തിന്, ഭൂമിശാസ്ത്ര പഠനത്തിന്, സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിന്. പ്രതിരോധം അതാണെന്ത്? സൈനിക ആവശ്യം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ മാപ്പ് തയ്യാറാക്കുന്നതിന്, ഭൂഗർഭ വസ്തുക്കളെ കുറിച്ച് പഠനം നടത്തുന്നത്, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും. ഇവയെല്ലാം കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളാണ്. എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്നും അവയുടെ സേവനങ്ങൾ, നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? തന്നിരിക്കുന്ന പട്ടിക നോക്കൂ. ഇൻസാറ്റ്. ഇൻസാറ്റിന്റെ ഉപയോഗം വാർത്താവിനിമയ രംഗത്ത് നമ്മെ സഹായിക്കുന്ന കൃത്രിമോപഗ്രഹമാണ് ഇൻസാറ്റ്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ. IRNSS ഗതി നിർണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. GSAT 7 എമിസാറ്റ് പ്രതിരോധം. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS അഥവാ നാവിക്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് IRNSS അഥവാ നാവിക് എന്ന് പറയുന്നത്. GPS എന്ത് സേവനമാണ്? ഗൂഗിൾ മാപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ GPS-ൻ്റെതാണല്ലേ. അതുപോലെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു ഉപഗ്രഹ സംവിധാനമാണ് IRNSS. IRNSS-ന്റെ മറ്റൊരു പേരാണ് നാവിക് എന്ന് പറയുന്നത്. വാർത്താവിനിമയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം കൃത്രിമോപഗ്രഹങ്ങളുടെ സേവനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് എങ്ങനെയായിരിക്കും കൂട്ടുകാരെ? എങ്ങനെയാണ്? വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ എത്തിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? വിമാനവും ഹെലികോപ്റ്ററും എല്ലാം സഞ്ചരിക്കുന്നത്
ഭൂമിയുടെ അന്തരീക്ഷത്തിൽ, ആകാശം എന്ന് നമ്മൾ പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടിയാണ്. എന്നാൽ ഈ കൃത്രിമോപഗ്രഹങ്ങളെ നമുക്ക് എത്തിക്കേണ്ടത് എവിടെയാണ്? ബഹിരാകാശത്തേക്കല്ലേ? ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വായുശൂന്യമായ പ്രദേശമാണെന്ത്? ബഹിരാകാശം എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും ഈ കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്? തന്നിരിക്കുന്ന ഈ പത്രവാർത്ത ശ്രദ്ധിക്കൂ. ഉപഗ്രഹ വിക്ഷേപണം മെയ് 29 ബംഗളൂരു. തദ്ദേശീയമായി വികസിപ്പിച്ച ഗതിനിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിലെത്തിക്കും. ഇവിടെ എന്താണ് ഉപയോഗിച്ചത്? റോക്കറ്റ്. ഏത് റോക്കറ്റാണ് ഉപയോഗിച്ചത്? GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചു. എന്താണ് കൂട്ടുകാരെ റോക്കറ്റ്? ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. എന്താണ് റോക്കറ്റുകൾ? ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇസ്രോ എന്നും അറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ പേരെന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇസ്രോ, ISRO. മറ്റ് രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ ശേഖരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ പേരാണ് ഇസ്രോ. അതുപോലെ മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടാവില്ലേ? ഉണ്ട്. അവ ഏതൊക്കെയാണെന്നറിയാമോ? അമേരിക്കയുടേതാണ് നാസ, റഷ്യയുടേത് റോസ്കോസ്മോസ്, യൂറോപ്യൻ രാജ്യങ്ങളുടേത് ESA, ജപ്പാൻ JX, ചൈന CNSA. നോക്കൂ, റോക്കറ്റിന്റെ മാതൃകയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകാർക്കും ഇത് തയ്യാറാക്കാവുന്നതാണ്. കൃത്രിമോപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുന്നത് റോക്കറ്റാണെന്നറിയാമല്ലോ. ഈ റോക്കറ്റുകൾ വിക്ഷേപിക്കണമെങ്കിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ വേണമല്ലോ. അതെ, നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എഴുതുക. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21 സ്ഥാപിതമായത്. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് ഇതിന്റെ സ്ഥാനം. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് ഇതറിയപ്പെടുന്നു. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി 1972 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകി. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി 1972 ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് എന്താണ് പേര് നൽകിയത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകി. ആരാണ് വിക്രം സാരാഭായ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെട്ട ആളാണ് ആര്? വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അടുത്തത്
സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഇത് ഭൂമധ്യരേഖയ്ക്ക് അടുത്തു വരുന്ന സ്ഥലമായതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമായ അധിക കേന്ദ്രീകൃത ബലം ലഭിക്കുന്നു. സതീഷ് ധവാന്റെ ഓർമ്മയ്ക്കായി 2002 സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് ഈ വിക്ഷേപണ കേന്ദ്രത്തിന് ലഭിച്ചു. ആരാണ് സതീഷ് ധവാൻ? ഇസ്രോയുടെ ചെയർമാനായിരുന്ന വ്യക്തിയായിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോഴുള്ള ഇന്ത്യയുടെ വിക്ഷേപണങ്ങളെല്ലാം നടക്കുന്നത് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ്. കാരണം എന്താണെന്നറിയാമോ? ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്നതിനാൽ അധിക കേന്ദ്രീകൃത ബലം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ധന ചെലവ് കുറയ്ക്കുകയും കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെ മനുഷ്യവാസ പ്രദേശങ്ങളിൽ നിന്ന് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിക്ഷേപണ ശേഷം റോക്കറ്റിന്റെ ആദ്യ ഘടകങ്ങളെല്ലാം ഭൂമിയിലേക്ക് വീഴും. അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ ഈ സ്ഥാനം കാരണം അവ ബംഗാൾ ഉൾക്കടലിലേക്ക് സേഫായിട്ട് പതിക്കും, സുരക്ഷിതമായി പതിക്കും. അതുകൊണ്ടൊക്കെയാണ് ഈ തുമ്പ സ്പേസ് സെന്ററിൽ നിന്നും ഇപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലേക്ക് വിക്ഷേപണം മാറ്റിയത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിനെ കുറിച്ചൊക്കെ കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിലെത്താൻ മനുഷ്യൻ എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് മനുഷ്യന് ചന്ദ്രനിലെത്താൻ സാധിച്ചത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 2 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ആദ്യമായി ചന്ദ്രനിലെത്തിയ വ്യക്തികൾ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. അവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ച ആളുടെ പേരാണ് മൈക്കൽ കോളിൻസ്. ഏത് വാഹനത്തിലാണ് അവർ പോയത്? നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് പോയിരുന്നത്. എന്നാണത്? 1969 ജൂലൈ 21. മനുഷ്യർ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് സ്പുട്നിക് 1. ആരാണത് വിക്ഷേപിച്ചത്? സോവിയറ്റ് യൂണിയൻ, റഷ്യ. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. എന്തായിരിക്കാം ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കാൻ കാരണം? ഒക്ടോബർ 4 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ ആദ്യമായി എന്ത് വിക്ഷേപിച്ചത്? ആദ്യ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടത്തുന്നത്. എന്തുകൊണ്ടൊക്കെയാണ്? ഒന്ന്, സ്പുട്നിക് 1 വിക്ഷേപിച്ചതിന്റെ ഓർമ്മയ്ക്ക്. രണ്ടാമതായി 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും കൂടി ഓർമ്മയ്ക്കായാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യയും ചാന്ദ്ര ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമോ? ചന്ദ്രയാൻ എന്ന പേരിലാണ് നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിന്റെ പേരെന്താണ്? ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1
നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണിത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22-ന്. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. എന്തായിരുന്നു ഇതിന്റെ ഉപയോഗം? ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുക. അടുത്തത് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. എന്നാണത് വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22-നാണത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ചന്ദ്രയാൻ 1ന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുക. ചന്ദ്രയാൻ 2ന്റെയോ? ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുക. ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14-ന് വിക്ഷേപിച്ചു. 2023 ആഗസ്റ്റ് 23-ന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ചന്ദ്രയാന്റെ ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായാണ് ആ പേര് നൽകിയത്. ചന്ദ്രയാൻ 3 എന്നാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്? 2023 ആഗസ്റ്റ് 23-നാണ് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങിയത്. എന്നിട്ടോ അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാനും നമ്മുടെ രാജ്യത്തിന് പദ്ധതികളുണ്ട്. അവയിൽ ചിലതാണ് തന്നിരിക്കുന്നത്. മംഗൾയാൻ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. ലക്ഷ്യമെന്താണ്? ചൊവ്വ പര്യവേഷണം. നമ്മുടെ ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗൾയാൻ. എന്താണ് മംഗൾയാന്റെ ശരിക്കുള്ള പേര്? മാർസ് ഓർബിറ്റർ മിഷൻ. 2013 നവംബർ 5-ന് ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് ഓർബിറ്റർ മിഷൻ. അനൗദ്യോഗികമായിട്ടുള്ള ഇതിന്റെ പേരാണ് മംഗൾയാൻ എന്ന്. ആദ്യത്തെ ഗ്രഹാന്തര യാത്രാ ദൗത്യമാണ് ഇത്. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ ഗ്രഹാന്തര യാത്രാ ദൗത്യമാണ് മംഗൾയാൻ. 2014 സെപ്റ്റംബർ 24-ന് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇതോടെ ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ അഥവാ മാർസ് ഓർബിറ്റർ മിഷൻ. എന്നാണ് വിക്ഷേപിച്ചത്? 2013 നവംബർ 5-ന്. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് എപ്പോഴാണ്? 2014 സെപ്റ്റംബർ 24-ന്. എന്തിനാണിത് വിക്ഷേപിച്ചതെന്നറിയാമോ? ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് മംഗൾയാൻ ചൊവ്വയിലേക്ക് വിക്ഷേപിച്ചത്. അടുത്തത് നോക്കൂ. ഇന്ത്യയുടെ സൗര പര്യവേഷണ ദൗത്യമാണ് ആദിത്യ L1. എന്താണ്? സൗര പര്യവേഷണ ദൗത്യം. ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ദൗത്യമാണ് ആദിത്യ L1. സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനുള്ള കൊറോണാഗ്രാഫി ബഹിരാകാശ പേടകം ആണിത്. ISROയും വിവിധ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത അനുബന്ധ ഉപകരണങ്ങൾ ഈ പേടകത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ വ്യവസ്ഥയുടെ ലഗ്രാൻഷ്യൽ പോയിന്റ് 1 ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് ഈ പേടകത്തെ നിലനിർത്തിയിരിക്കുന്നത്. അടുത്തത് ഏതാണ്? ബഹിരാകാശ പര്യവേഷണ ദൗത്യം ഗഗൻയാൻ.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. 2020-ലും 2021-ലും മനുഷ്യരില്ലാത്ത പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ച ശേഷം 2021 അവസാനത്തോടെ മനുഷ്യരെ ഉൾപ്പെടുത്തി പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാൻ ആയിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇതിപ്പോൾ 2026-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി ഈ പാഠഭാഗത്തെ ചില ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവയ്പ്പുകളാണ് നൽകിയിരിക്കുന്നത്. ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തി ഇവ ക്രമത്തിലാക്കി എഴുതൂ. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? മംഗൾയാൻ 1 വിക്ഷേപണം, അതിൻ്റെ ഡേറ്റും തീയതിയും എഴുതണം. ഇൻസാറ്റ് 1 വിക്ഷേപണം, ആദിത്യ L1 വിക്ഷേപണം, ISRO നിലവിൽ വന്നത്, ചന്ദ്രയാൻ 1 വിക്ഷേപണം, ആര്യഭട്ട 1 വിക്ഷേപണം. ഇവയിൽ ഏതാണ് ആദ്യം വന്നത്? ISRO അല്ലേ ആദ്യം നിലവിൽ വന്നത്? എന്നാണ്? 1969 ഓഗസ്റ്റ് 15. പിന്നെയോ ആര്യഭട്ട 1 വിക്ഷേപണം 1975 ഏപ്രിൽ 19. പിന്നെ ഇൻസാറ്റ് 1 1982 ഏപ്രിൽ 10. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22. മംഗൾയാൻ 1 2013 നവംബർ 5. ആദിത്യ L1 2023 സെപ്റ്റംബർ 2. അടുത്തു നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഓരോന്നും ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി വരച്ചു യോജിപ്പിക്കൂ. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ്. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് എന്താണ്? കൃത്രിമോപഗ്രഹങ്ങൾ. കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? റോക്കറ്റ്. ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കൾ ഉപഗ്രഹങ്ങൾ. പിന്നെയോ സ്വയം പ്രകാശിക്കുന്നത് സൂര്യൻ. ഇനി ഒരു പദപ്രശ്നം പൂർത്തിയാക്കാനാണ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വലത്തോട്ട്. ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യ ദൗത്യം. ദൗത്യത്തിന്റെ പേരെന്താണ്? ആർട്ടിമിസ് എന്നാണ് പേര്. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക്. ഒരു ആദ്യകാല ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഗലീലിയോ. കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ. ഇനി താഴോട്ട്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ്. ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.